ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നില്ലേ? രാവിലെ പ്രൊമയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര നല്ല ഫയറായിരിക്കും ലാലേട്ടൻ എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്രയൊന്നും ഉണ്ടായില്ലെങ്കിലും അത്യാവശ്യം കൊടുക്കേണ്ടവർക്കൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡ്? അത്യാവശ്യം നമ്മൾ എല്ലാവരോടും ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് തോന്നുന്നല്ലേ. ബാക്കിയുള്ളത് ഇനി നാളത്തെ എപ്പിസോഡിലുണ്ടാകുമായിരിക്കും. ആര്യനൊക്കെ ഇന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ ആ ഗെയിം ആയിരുന്നു ശരിയെന്ന് ഹൗസ്മേറ്റ്സ് അറിഞ്ഞ ആ സമയമുണ്ടല്ലോ, എല്ലാവരും ശരിക്കും അന്തം വിട്ടിട്ടാണ് ഇരിക്കുന്നത്. ആര്യനൊക്കെ അവരെ എണീപ്പിച്ച് നിർത്തി ആദ്യം ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് അനീഷിൻ്റെ ഗെയിം പാളി, അനീഷിന് അത് ഊക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവരുടെ ആ ചിന്ത അപ്പാടെ മാറ്റിക്കൊണ്ട് ലാലേട്ടൻ അത് പറയുമ്പം ആര്യൻ്റെയൊക്കെ മുഖമൊക്കെ കാണണം. എന്തായാലും ആര്യന് ഇങ്ങനൊരു പണി ഇനി കിട്ടാനില്ല. ആര്യൻ്റെ ഗെയിമിൻ്റെ നിലപാട് മാറ്റി, ആര്യൻ്റെ നിലപാടുകളെക്കുറിച്ച് ഒന്നല്ല രണ്ടല്ല 6 നിലപാടല്ലേ ലാലേട്ടൻ കാണിച്ചത്. എന്തായാലും ഇനിയെങ്കിലും ആര്യന് കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തേണ്ടതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അക്ബറും ശരിക്കും ഒന്ന് പേടിച്ചു അല്ലേ. അക്ബറിനെ മനസ്സിലാകുന്ന രീതിയിൽ ലാലേട്ടൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും വിചാരിച്ചു എന്തായി ആ ഒരു രീതിയിൽ, അതെന്തായാലും സർപ്രൈസായി പോയി. പക്ഷേ അക്ബറിനും വീഡിയോ ഒക്കെ കാണിച്ച് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഫയറായിട്ടല്ല, ഒത്തിരി അങ്ങ് രൂക്ഷമായിട്ടല്ല ലാലേട്ടൻ സംസാരിച്ചതെങ്കിൽ കൂടി കണക്കിന് കൊടുക്കേണ്ടത് എല്ലാവർക്കും കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായിട്ടുമുണ്ട്. പിന്നെ എന്താ പറയുക, അഭിലാഷ്, ഒനിയൻ, അവരുടെ സംസാരങ്ങൾ അതിൽ നമ്മൾ ആ രണ്ട് ദിവസം ആര്യൻ ചെരുപ്പെറിഞ്ഞത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് അഭിലാഷിൻ്റെ ഒനിയനിലെയൊക്കെ ആ സംസാരം എല്ലാവരും തന്നെ മോശം എന്ന് പറഞ്ഞ കാര്യമാണ്. അത് ലാലേട്ടൻ എടുത്തു പറഞ്ഞു. പിന്നെ പ്രേക്ഷകരുടെ ആ കമൻസും ഒക്കെ ആയിട്ട് അതും അവർക്ക് മനസ്സിലാക്കാനാണെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവർ എങ്ങനെ അതൊക്കെ ഉൾക്കൊണ്ട് എങ്ങനെ കളിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും അനീഷ് ഒരു സൂപ്പർ ഗെയിമറാണെന്ന് ഹൗസ്മേറ്റ്സിന് മനസ്സിലായിട്ടുണ്ടാവും. അനീഷിൻ്റെ ഗെയിം ലാലേട്ടൻ പലവട്ടം എടുത്ത് പറയുന്നുണ്ട് ഇതൊരു മൈൻഡ് ഗെയിമാണെന്ന്. അനീഷിൻ്റെ ഗെയിം സൂപ്പറാണെന്നും അനീഷിന് ഗെയിം അറിയാമെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ അനീഷിനെ വെറും പുച്ഛിച്ച് കണ്ടിരുന്നവരെല്ലാം മാറി ചിന്തിച്ചോളൂ. ശരിക്കും അപ്പാനി അക്ബറൊക്കെ അന്തം വിടുന്നതാണ് ആ സമയത്ത് കാണുന്നത്. കാരണം ആ ഗെയിമിന് ശേഷമായിരുന്നല്ലോ അക്ബറിൻ്റെ തലയണയേറും പ്രകടനമൊക്കെ. എന്തായാലും നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു. കൊടുക്കേണ്ടവർക്കൊക്കെ നന്നായി കൊടുത്തിട്ടുണ്ട്. ആര്യന് നന്നായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ശൈത്യയുടെ ചിരിച്ച കാര്യത്തെക്കുറിച്ച് ഇന്ന് സംസാരിച്ചില്ല. അത് ഇനി നാളെ സംസാരിക്കുമെന്തോ. എന്തായാലും നാളത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം. നാളത്തെ പ്രൊമോയിൽ എവിക്ഷൻ, ഇന്ന് കലാഭവൻ സരിക ഔട്ടായി. നാളെ എവിക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷെ വേറൊരു പ്രൊമോയിൽ ഷാനവാസിനെ അല്ലേ, അക്ബറിൻ്റെ നോട്ടത്തെക്കുറിച്ച് ഷാനവാസ് എന്തോ പറഞ്ഞ് അതിനെക്കുറിച്ച് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നോക്കാം നാളെ ഇനി എന്തൊക്കെയാണെന്ന്. എനിക്ക് 1-2 കാര്യങ്ങൾ കൊണ്ടുണ്ട്. ജിസലിൻ്റെ റോൾ ബ്രേക്കിങ്ങിന് ഇതുവരെ ലാലേട്ടൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടില്ല. നോക്കാം അതൊക്കെ എന്താവുമെന്ന്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.